തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് എത്തിക്കഴിഞ്ഞു. NDAയുടെ സ്ഥാനാർത്ഥിയാണ് വി രാജേഷ്. ഇപ്പോൾ സലീം മാലിക്ക തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ സലീം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിനായി ഇപ്പോൾ NDAയുടെ മേയർ സ്ഥാനാർത്ഥി വി രാജേഷ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശ്രീലേഖയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളില്ലാതെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിലവിൽ അവർക്ക് 50 പേരുടെ ഭൂരിപക്ഷമുണ്ട്. ഒപ്പം തന്നെ പാറ്റൂർ രാധാകൃഷ്ണന്റെ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ കൂടി പിന്തുണയുള്ളത് കൊണ്ട് തന്നെ 51 എന്നുള്ളൊരു മെജോറിറ്റിയിലേക്ക് തന്നെ BJPക്ക് നിലവിൽ തന്നെ ആശങ്കയില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയും. ഒരു അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ ഏറ്റവും അവസാനം ഏതെങ്കിലും നിലയിലുള്ള അത്തരത്തിലുള്ള ഈ സർപ്രൈസ് അട്ടിമറികൾ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ വോട്ട് അസാധുവാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയും ഇല്ലാതെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നലെ ഉൾപ്പെടെ ഏറ്റവും അവസാന നിമിഷങ്ങളിലും ഉണ്ടായിരുന്ന നാടകീയതകളൊക്കെ കഴിഞ്ഞാണ് ഇന്നിപ്പോൾ വി രാജേഷ് ഇവിടേക്ക് മേയർ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീലേഖയെ അവസാന നിമിഷം വരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാകും എന്ന് പറയുകയും ഏറെക്കുറെ അത് ഉറപ്പാവുകയും ചെയ്ത ഘട്ടത്തിലാണ് RSS പിടിമുറുക്കി അതിനുശേഷം വി രാജേഷിനെ തന്നെ ആക്കണം എന്ന സംസ്ഥാന നേതൃത്വത്തിന് മുകളിലേക്ക് കനത്ത നിർദ്ദേശം വെച്ചത്. അതിന് പിന്നാലെ തന്നെ ശ്രീലേഖ വലിയ എതിർപ്പും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചിരുന്നു. ശ്രീലേഖയെ ഏത് വിധത്തിൽ അനുനയിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. നിയമസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.